ഇൻകുലാബ് സിന്ദാബാദ് LDF സിന്ദാബാദ് LDF സിന്ദാബാദ് മാറ്റത്തിന്റെ കാഹളമൂതി കുറ്റിപ്പുറം കടത്തനാടിന്റെ സിരാകേന്ദ്രം ജന്മിത്വത്തിനും സവർണ മേധാവിത്വത്തിനുമെതിരെ നടത്തിയ പോരാട്ടങ്ങൾ കൊണ്ട് ചുവന്ന നാട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാദാപുരം മാറുകയാണ്. 40 വർഷത്തെ പാഴ് ഭരണത്തിന് അറുതി വരുത്താൻ ഇടതുപക്ഷ പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ നാദാപുരം ഇടതുപക്ഷം തിരിച്ചു പിടിക്കുമെന്ന പ്രഖ്യാപനം കല്ലാച്ചി ടൗൺ വാർഡിലെ ഇടതുപക്ഷ പ്രവർത്തകരും തികഞ്ഞ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. തങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. 10ാം വാർഡ് LDF സ്ഥാനാർത്ഥി CK രാജേഷ്. പ്രദേശത്ത് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വം, നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ. പരസ്യ പ്രചാരണത്തിന്റെ സമാപനത്തിലും നിരവധി പേർ പങ്കെടുത്തു. 10ാം വാർഡ് LDF സ്ഥാനാർത്ഥി CK രാജേഷ് നമ്മുടെ വിജയപ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ്. നമ്മുടെ വാർഡ് വീടുകളെല്ലാം കയറി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല വിജയപ്രതീക്ഷയിലാണുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ വാർഡ് പിടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ആൾക്കാർക്ക് വളരെ സംതൃപ്തിയാണ്. ആ ഒരു വിജയപ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. പതിവിലും വ്യത്യസ്തമായിട്ട് LDF ഇത്തവണ പ്രകടന പത്രികയൊക്കെ ഇറക്കിയിട്ടാണ് പ്രചാരണത്തിൽ മുന്നോട്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാർഡിന് വേണ്ടി ചെയ്യാം? വാർഡിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ തലത്തിലും സ്പർശിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ അതിലുള്ളത്, പ്രകടന പത്രികയിലുള്ളത്. അപ്പോൾ ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്നുള്ള തീരുമാനമാണ് LDFൻ്റെത്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. മാലിന്യ സംസ്കരണം ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ പ്രകടനം. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. കുടിവെള്ളം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. കഴിഞ്ഞ തവണ LDF UDF തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം. ഇത്തവണ BJP ഈ വാർഡ് പിടിച്ചെടുക്കുന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു BJPയുടെ ഒരു വാദം മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി വീട് നൽകുന്നത് ഒരു 72,000 രൂപ മാത്രമാണ്. നമ്മൾ ഇവിടെ തൊഴിലത്തിന് കൊടുക്കുന്ന 72,000 രൂപയാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും അപേക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇതിനു മുമ്പുള്ള വൈറ്റുകളിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു, ആരും അപേക്ഷിക്കുന്നില്ല, മെമ്പർമാരൊന്നും ഇതിന് താല്പര്യപ്പെടുന്നില്ല. ഇത് പൈസ പറഞ്ഞത് കൊണ്ടാണ് ആരും അപേക്ഷിക്കാത്തത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കൂടി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും അതിൽ അപേക്ഷിക്കുന്നില്ല. അത്രയാണ് എന്ന് പറയുന്നത്.